أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും അത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഭയഭക്തിയുള്ളവരാവാൻ വേണ്ടിയാണത്. നിശ്ചിത ദിവസങ്ങളാണ് വ്രതമനുഷ്ഠിക്കേണ്ടത്. നിങ്ങളിൽ വല്ലവനും രോഗിയോ യാത്രയിലോ ആണെങ്കിൽ മറ്റു ദിനങ്ങളിൽ അത്രയും എണ്ണം പൂർത്തിയാക്കുക. വ്രതം എടുക്കാൻ കഴിയുന്നവർ കാരണമില്ലാതെ അതനുഷ്ഠിക്കുന്നില്ലെങ്കിൽ പ്രായശ്ചിത്തം നൽകേണ്ടതാണ്. ഒരു അഗതിക്ക് ആഹാരം നൽകലാണത്. ആരെങ്കിലും സ്വമേധയാ പ്രായശ്ചിത്തത്തിൽ വർധനവ് വരുത്തിയാൽ അതവന് ഗുണമാണ്. വിവരമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വ്രതമനുഷ്ഠിക്കലാണ് ഉത്തമം. ജനങ്ങൾക്ക് സന്മാർഗദർശനവും സത്യാസത്യ വിവേചനവും മാർഗദർശനത്തിനുമുള്ള സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളും ആയ ഖുർആൻ അവതീർണമായ മാസമാകുന്നു റമദാൻ. അതുകൊണ്ട് ആരെങ്കിലും പ്രസ്തുത മാസത്തിൽ സന്നിഹിതരായാൽ അവനതിൽ വ്രതമനുഷ്ഠിക്കട്ടെ. ആരെങ്കിലും രോഗിയോ യാത്രക്കാരനോ ആയാൽ അവൻ മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്രയും എണ്ണം തികക്കട്ടെ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമുണ്ടാക്കാനല്ല. നിങ്ങൾ എണ്ണം പൂർത്തിയാക്കാനും നിങ്ങളെ നേർവഴി നടത്തിയതിന് അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്താനും അവനോട് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം നിശ്ചയിച്ചത്.